ഓർമ്മയുണ്ട് നൗഷാദിന്റെ പേര് പറഞ്ഞ വർഗീയത. പിന്നെ ഇങ്ങോട്ട് രാജ്യസഭയിൽ മുസ്ലിങ്ങളെ ഉള്ളൂ, ഹിന്ദുക്കളില്ല എന്ന് പറഞ്ഞ വർഗീയത. ഇപ്പൊ പറയുന്ന മലപ്പുറത്ത് ജീവിക്കാൻ ശ്വാസം മുട്ടുകയാണ്. പച്ച വർഗീയതയാണ്, പൊളിച്ച വർഗീയത പറഞ്ഞ എന്തിനാണ്? 2015 വെള്ളാപ്പള്ളി നടേശൻ ഇത് പറഞ്ഞപ്പോൾ ചെറുക്കാൻ ആദ്യം ഇറങ്ങുന്ന ആളായിരുന്നു അറിയുമോ? VS അച്യുതാനന്ദൻ. ആ പ്രായത്തിൽ അദ്ദേഹം കേരളം മുഴുവൻ നടന്ന് വെള്ളാപ്പള്ളി നടേശനെ ഇറക്കി വിഷം തിരിച്ചു കുടിപ്പിച്ചു അദ്ദേഹത്തെ കൊണ്ട്. അന്ന് എല്ലാവരും ഞെട്ടിപ്പോയി. നൗഷാദിന്റെ പേര് പറഞ്ഞ വർഗീയത കേരളത്തെ പിടിച്ചു കുലുക്കുമെന്ന്. കാരണം വെള്ളാപ്പള്ളി നടേശനാണ് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജാതി സമുദായമാണ്, അതിന്റെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും ശക്തനായ നേതാവാണ്. അദ്ദേഹം പറഞ്ഞാൽ ഈഴവ സമുദായത്തിന്റെ ചിന്ത എങ്ങോട്ട് പോകുന്നു? അപ്പൊ അതിനെതിരെ ഇറങ്ങുന്ന ആരായിരുന്നു? VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദൻ ഇറങ്ങി നാട് മുഴുവൻ നടന്ന് അദ്ദേഹത്തിന്റെ പ്രായം വകവയ്ക്കാതെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വിഷം അദ്ദേഹത്തിന് തിരിച്ചു കുടിപ്പിച്ചു. പിന്നെ ദീർഘകാലം വെള്ളാപ്പള്ളി നടേശൻ മിണ്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും കർശനമായ സമീപനമാണ് വെള്ളാപ്പള്ളിക്കെതിരെ സ്വീകരിച്ചത്. അന്ന് VM സുധീരന്റെ പേര് മറന്നു പോകാൻ പാടില്ലെന്നാണ്. അന്ന് VM സുധീരൻ പറഞ്ഞു, കേരള തൊഗാഡിയാണ് ഈ മനുഷ്യൻ, ഇത് സ്വന്തം സമുദായത്തെ അപ്പുറത്തെ സംഘപരിവാരത്തിന്റെ ആലയിൽ കൊണ്ടുപോകാനുള്ള പണിയാണ് എടുക്കുന്നത്. അന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു മഹാനായ നേതാവ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഈ പറയുന്ന RSSന് വേണ്ടി പണിയെടുക്കുന്ന വെള്ളാപ്പള്ളി നടേശനോട് സമ്പൂർണ്ണ അനുഭാവം പ്രഖ്യാപിച്ച ഒരാൾ കൂടിയാണ് എന്ന് ഓർക്കണം. അന്ന് അത് എന്തിനു വേണ്ടിയായിരുന്നു? സുധീരനെ അടിക്കാൻ കിട്ടിയ വടി എന്നല്ല.